രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന്. വരിഞ്ഞു മുറുകുന്ന ധനപ്രതിസന്ധിക്കിടെ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വികസന പദ്ധതികളും ഉൾക്കൊള്ളുന്നതാകുമോ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. യൂസഫ് ഈടാക്കിക്കൊണ്ടുള്ള കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായേക്കും. ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ വയനാട് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നും കണ്ടറിയണം. രാവിലെ 9 മണിക്കാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക. സഭയിൽ നിന്ന് എസ് ശാലിനി, സഭാ കവാടത്തിൽ നിന്ന് രശ്മി കാർത്തിക, ധനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പ്രജിത്ത് മോഹൻ എന്നിവർ ഒപ്പം ചേരും. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, ഇന്ന് നടപടിക്രമങ്ങൾ കൃത്യമായി ഉണ്ടാകും. ഓരോ ധനമന്ത്രിയുടെ ജീവിതത്തിലും ബജറ്റ് അവതരണ ദിവസം കൃത്യമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടാകും. എന്നത്തെയും തന്നെ, പക്ഷേ അതിൽ ചില മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായൊരു കാര്യം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ധനമന്ത്രി? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ? എന്താണ് ധനമന്ത്രിയുടെ വസതിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. ഇപ്പോൾ ധനമന്ത്രിയുടെ വീട്ടിൽ എല്ലാവർക്കുമുള്ള പ്രഭാത ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പവും മട്ടൻ സ്റ്റൂ ഒക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഡിഷായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് ഇന്ന് എന്തൊക്കെ ലഭിക്കുമെന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ ധനമന്ത്രിയുടെ വീട്ടിലെത്തുന്നവർക്ക് ഇന്ന് കൃത്യമായി അപ്പവും മട്ടൻ സ്റ്റൂവും അതോടൊപ്പം തന്നെ ഉഴുന്നുവടയും ഗുലാബ് ജാമും ഒക്കെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെ ലഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. കുറച്ച് സമയത്തിനുള്ളിൽ ഇപ്പോൾ രാവിലെ 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ധനമന്ത്രി പുറത്തേക്ക് വരും. അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ സാധാരണഗതിയിൽ പ്രാഥമികമായി ബജറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടിയൊക്കെ അദ്ദേഹം നൽകും. എന്തായാലും അതിനുശേഷം അദ്ദേഹവും പ്രഭാത ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കും. അതിനുശേഷം മാധ്യമങ്ങൾക്കൊപ്പം മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒപ്പമായിരിക്കും അദ്ദേഹവും ഭക്ഷണം കഴിക്കുന്നത്. തുടർന്ന് അദ്ദേഹം 8:30 നിയമസഭയിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമായി പറയുന്നത്. അതിനുശേഷമാണ് ബജറ്റ് പ്രസംഗമൊക്കെ ഉള്ളത്. എന്തായാലും എന്താണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്തിനായി കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഇന്ന് നിൽക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി എനിക്ക് തോന്നുന്നു പക്ഷേ ക്ഷേമ പെൻഷൻ 2500 ആക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്താണ് സർക്കാർ അധികാരത്തിലെത്തിയത്. ആ വാക്ക് ഇനിയെങ്കിലും ഇത്തവണയെങ്കിലും പാലിക്കുമോ എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് 1600 രൂപയാണ് ഇപ്പോഴും ക്ഷേമ പെൻഷനായി തുടരുന്നത്. ആ ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ പോലും വലിയ വീഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ സർക്കാരിന് കൃത്യമായൊരു കൃത്യത പാലിക്കാൻ പോലും കഴിയാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുന്ന ഒരു കാലമാണ്. ഇതിന് മുൻപൊന്നും അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു പ്രശ്നങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. അവിടെയാണ് എന്ത് മാജിക് ധനമന്ത്രി കാത്തുവെക്കുമെന്നുള്ള ചോദ്യം സാധാരണഗതിയിൽ എല്ലാ ബജറ്റിലും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. എന്താണ് ഇത്തവണത്തെ മാജിക് എന്നുള്ളത്? പക്ഷേ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാലിന് എന്തെങ്കിലുമൊക്കെ മാജിക് അവതരിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്തിന് അധിക വിഭവ സമാഹരണത്തിന് പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. തനത് വരുമാനങ്ങളിൽ പോലും വലിയ ഇടിവുണ്ടാകുന്നു. നികുതി വരുമാനം പോലും കൃത്യമായി പിരിച്ചെടുക്കാൻ കഴിയാത്ത പോലുള്ള പ്രതിസന്ധികളൊക്കെ സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ട്. ഒപ്പമാണ് ഈ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വായ്പാ പരിധി പോലും ലംഘിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു സാഹചര്യം ഒരു സംസ്ഥാനത്തെ ഒരു ധനപ്രതിസന്ധിയിലേക്ക് പോലും, സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോലും തള്ളിവിടുന്ന രീതിയിലേക്കൊക്കെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യം പല കോണിൽ നിന്നും പലപ്പോഴായി ഉയരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കൃത്യമായ ഒരു മറുപടി നൽകാനോ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനോ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഒരു ഫിനാൻഷ്യൽ ഒരു അഷുറൻസ് അത് നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എപ്പോഴും ഒരു പ്രായോഗികവാദിയാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. കാരണം വലിയ പ്രഖ്യാപനങ്ങളിലേക്കോ വലിയ കവിത പറച്ചിലേക്കോ ഒന്നും അദ്ദേഹം പോകാറില്ല. ബജറ്റ് എന്താണോ പറയേണ്ടത് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് കെ എൻ ബാലഗോപാലിന്റെ രീതി. നിയമസഭാ പ്രസംഗങ്ങളുടെയൊക്കെ റെക്കോർഡിടാനോ അല്ലെങ്കിൽ ബജറ്റ് പ്രസംഗങ്ങളുടെയൊക്കെ ബന്ധപ്പെട്ടുള്ള റെക്കോർഡിടാനോ കവിത ആയാലും കാര്യം പറച്ചിലായാലും ഒന്നും നടക്കുന്നില്ല എന്നാണ് പ്രശ്നം. കാരണം പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങൾ പതിവാണ്. അത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ്. വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടന്നു കാണുന്നില്ലല്ലോ. പ്രായോഗികം എന്ന് പറയുമ്പോൾ അതല്ലേ?
അത് പറഞ്ഞു വരികയായിരുന്നു കൃഷ്ണൻ. കാരണം കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച ഒരുപാട് പദ്ധതികളുണ്ട്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ഇപ്പോഴും സംസ്ഥാനത്തിന് അതൊക്കെ സാധ്യത. 40 മുതൽ 45% താഴെയാണ് സംസ്ഥാനത്തിൻ്റെ പദ്ധതി നടത്തിപ്പടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണാതെ പോകരുത്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന പുതിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ശരി, അതിൻ്റെ ഭാരം ആരുടെ മുകളിലേക്കാണ് എത്തുന്നത് എന്നുള്ള ചോദ്യം വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം പുതിയ വരുമാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ കടമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൃത്യമായി കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്. ഈ ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിനായി ലോകബാങ്കിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും കടമെടുക്കാൻ പോകുന്നു. അതിനുള്ളൊരു അംഗീകാരം മന്ത്രിസഭയടക്കം നൽകിയൊരു സാഹചര്യമുണ്ട്. ആ ഒരു സമീപനമായി പുതിയ ബജറ്റ് അവതരണത്തിന്റെ സമയത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു വിഷയം നിലനിൽക്കുന്നു. കാരണം ഇനിയും കടമെടുത്ത് കൂട്ടിയാൽ അത് സംസ്ഥാനത്തിന്റെ പൊതുകടം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയതായി എന്താണ് ഈ പറയുന്ന രീതിയിൽ വരുമാന വർധനവിനായി സംസ്ഥാനം ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം കൊണ്ടുവരുന്ന പദ്ധതികൾ എന്നല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ള ചോദ്യം ഒഴിവാക്കി നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായി പറയാൻ കഴിയും, ഒരുപക്ഷെ പുതിയ സെസ്സുകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ചില നികുതികളിലെ വർധനവിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് വരുമാന പദ്ധതികളും സംസ്ഥാനം കാണേണ്ടതുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ എന്ത് ധനമന്ത്രിക്ക് കഴിയുമെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തായാലും ധനമന്ത്രിയുടെ വാഹനവും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും 8:30 ധനമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടും. അതിനുശേഷമായിരിക്കും, നിയമസഭയിലെത്തിയ ശേഷമായിരിക്കും കൂടുതൽ പ്രഖ്യാപനങ്ങൾ നമുക്ക് കൃത്യമായി അറിയാവുന്ന പോലെ 9 ബജറ്റ് സമ്മേളനമായിരിക്കും, അതിലായിരിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. പൂർത്തിയാക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാക്കിയുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല പുനരധിവാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് പ്രഥമ പരിഗണന നൽകുമോ, അതോ വിഴിഞ്ഞവും അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായിരിക്കുമോ സംസ്ഥാന സർക്കാർ കൂടുതൽ പരിഗണന നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ ഒരു സാഹചര്യമുണ്ട്. ഈ കിഫ്ബിയുടെ റോഡുകളിലെ യൂസർ ഫീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം, അതിൽ മന്ത്രിസഭ പൂർണ്ണമായും തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും ബജറ്റിൽ ഇതിലേതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടത്. എന്തായാലും ആകെയുള്ളൊരു കേരളത്തിലെ മധ്യവാനികൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ ആശ്വാസം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ മദ്യവിലയിൽ വർധനവ് വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ബജറ്റിൽ അത് ഉയർത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കേരളത്തിലെ മധ്യവാനികൾക്കൊക്കെ ഒരുപക്ഷെ ഒരു പരിധിവരെയൊക്കെ ആശ്വാസത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും നികുതി വരുമാനം കൂട്ടാനുള്ള നടപടികൾ ഉണ്ടായാൽ, പുതിയ സെസ്സുകൾ ഏർപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടായാൽ, മറ്റു തരത്തിൽ യൂസർ ഫീകൾ പോലെയുള്ള സാധാരണക്കാരായ പൗരന്മാർക്ക് മുകളിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടായാൽ, പിഴത്തുകകൾ വർദ്ധിപ്പിച്ചാൽ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ്. കുടുംബ ബജറ്റിനെയൊക്കെ താളം തെറ്റിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു സമീപനത്തിലേക്ക് ധനമന്ത്രി പോകുമോ എന്നുള്ളത് അറിയാൻ എന്തായാലും ഇനി കാത്തിരിക്കാൻ കുറച്ച് സമയങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങൾക്ക് ധനമന്ത്രിക്ക് കഴിയുമോ എന്നുള്ളത് കാത്തിരിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന രീതിയിലുള്ള ധനപ്രതിസന്ധി നിലനിൽക്കുന്നു. ഇപ്പോഴും വിവിധ വകുപ്പുകൾക്ക് പണം ചെലവഴിക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പുതിയ ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും തുടങ്ങിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് അടുത്ത നവംബർ വരെ നീട്ടിയിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ പുതിയ സംസ്ഥാന ബജറ്റ്, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരുങ്ങുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായി നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെയുള്ള ചില ചടങ്ങുകളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ബജറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ധനമന്ത്രിയുടെ വീട്ടിൽ പ്രഭാത ഭക്ഷണം ഒരുങ്ങിക്കഴിഞ്ഞു. ആ പ്രഭാത ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം വരുമ്പോഴാണ് സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടാകുക. ബജറ്റിന് മുന്നോടിയായി അവസാനം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ആ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള സൂചനകളൊക്കെ നൽകിയേക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും കെ എൻ ബാലഗോപാലാണ്. സാധാരണഗതിയിൽ അത്രയുള്ള തുറന്ന പറച്ചിലുകൾക്കൊന്നും സാധ്യതയില്ല. അദ്ദേഹം അങ്ങനെ വിശാലമായി സംസാരിക്കാറൊന്നുമില്ല. പക്ഷേ അപ്പോഴും ആകാംക്ഷ വലുതാണ്. എന്തായാലും ഈ ബജറ്റിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള അറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശരി പ്രജിത്ത്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ധനമന്ത്രിയുടെ പ്രതികരണമൊക്കെ എടുത്ത് അവിടെ തുടരുക. പക്ഷെ പതിവ് പരാതികളും കൂടി ഉണ്ടല്ലോ. ഈ പരമ്പരാഗത തൊഴിൽ മേഖലകളെ എപ്പോഴും സംസ്ഥാന സർക്കാർ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാഗ്ദാന പെരുമഴയാണ്. ആ 1-2 ദിവസം മാത്രം ചർച്ച ചെയ്ത് നിൽക്കുന്നതല്ല, ഞങ്ങളെ നേരിട്ട് ഇത് ബാധിക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന കണ്ണിൽ പൊടിയിടൽ. അതേസമയം പിന്നീട് അങ്ങോട്ട് എത്ര പദ്ധതികളാണ് പ്രഖ്യാപിച്ച്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചതുപോലും ഇതുവരെ തീർന്നിട്ടില്ലാത്ത എത്രയോ പദ്ധതികളുണ്ട്. പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കാറ്.
പക്ഷേ അത് പ്രാവർത്തികമാകുന്നില്ല. അതാണ് പറഞ്ഞത്, പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു മന്ത്രിയാണെങ്കിൽ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ ആദ്യം പ്രവർത്തിച്ച് കാണിക്കണം, എന്നിട്ട് വീണ്ടും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വീണ്ടും പ്രഖ്യാപനങ്ങൾ വരട്ടെ. നല്ല കാര്യം. ഏതായാലും കേരളം വികസിച്ചല്ലേ പറ്റൂ. നമുക്കിപ്പോൾ നിയമസഭാ കവാടത്തിന് മുന്നിൽ നിന്ന് വിനീഷും ടിൻഡുദാസും ഒപ്പം ചേരുന്നുണ്ട്. വിനീഷ്, ഇന്ന് രാവിലെ വിനീഷിനെ ഇങ്ങനെ ലൈവിൽ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഏതായാലും വിനീഷ്, ഗുഡ് മോർണിംഗ്. ടിൻഡു, ഗുഡ് മോർണിംഗ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണല്ലോ നമ്മുടെ നാട്. ഈ സാമ്പത്തിക പ്രതിസന്ധി മുൻപെങ്ങുമില്ലാത്തത്ര വിധം കടുത്ത ഈ കാലത്ത് എന്ത് മാജിക്കാകും പ്രഖ്യാപനങ്ങളിലെങ്കിലും കെ.എൻ. ബാലഗോപാൽ ഉണ്ടാക്കുക? ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ് ദേവിക. എന്തായിരുന്നാലും നല്ലൊരു ബഡ്ജറ്റ് ആയിരിക്കും ഇത്തവണ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് കെ.എൻ. ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ സുപ്രധാനമായ തീരുമാനങ്ങളിലേക്കൊക്കെ ഈ ഒരു ബഡ്ജറ്റ് നീങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രധാനമായും എടുത്തു പറയേണ്ടത്, രാഷ്ട്രീയമായി തന്നെ ഈ ഒരു ബഡ്ജറ്റിനെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ ഈ ബഡ്ജറ്റ് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതികരണങ്ങളും വലിയ ചലനങ്ങളും സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തന്നെയാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും സാധാരണക്കാരായ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ക്ഷേമ പെൻഷനുകൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു 100 മുതൽ 150 രൂപ വരെ കൂട്ടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നികുതിയുടെ കാര്യത്തിൽ ആ ഒരു നികുതി വർധന ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പ് മന്ത്രി നമ്മുടെ ജനൻ ടിവിയുമായി പ്രത്യേക അഭിമുഖം നൽകിയ സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചു വെച്ചതാണ്. ഇത്തരമൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്, അല്ലേ ടിൻഡു? അപ്പോൾ ഈ ഒരു ട്രഷറി നിയന്ത്രണം, വലിയ സാമ്പത്തിക പ്രതിസന്ധി, കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികൾ അല്ലെങ്കിൽ ആ പദ്ധതികളുടെ പദ്ധതി വിഹിതം എത്രത്തോളം നടപ്പിലാക്കി എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിനെ നമുക്ക് ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അവസാനിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടത്താൻ പോകുന്ന ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അടുത്ത തവണ എന്തായിരുന്നാലും അടുത്ത വർഷത്തേക്ക് എത്തുമ്പോൾ അത് ഒരു ബഡ്ജറ്റിലേക്കും ആയിരിക്കും കാര്യങ്ങൾ എത്തുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ എന്തൊക്കെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നോക്കി കാണാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് അത്തരത്തിലുള്ള ജനപ്രിയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്ന് അതായത് ക്ഷേമ പെൻഷൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം സർക്കാരിന്റെ ഒരു രണ്ടാമത്തെ ടേൺ അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ സർക്കാർ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു പ്രഖ്യാപനത്തിന് ശ്രമിച്ചേക്കാം. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളൊക്കെ വരികയാണല്ലോ. പക്ഷേ അതിലുപരി നമ്മുടെ സംസ്ഥാനം കടന്നുപോയത് രൂക്ഷമായ ധനപ്രതിസന്ധിയെ പറ്റി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. നിരവധി തവണ ട്രഷറി നിയന്ത്രണത്തിലൂടെ, ബിൽ നിയന്ത്രണത്തിലൂടെയും ടോക്കൺ നിയന്ത്രണത്തിലൂടെയൊക്കെ നിരവധി തവണ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ജനങ്ങൾ അനുഭവിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാന നികുതി വർദ്ധിക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ 150 രൂപ അടുപ്പിച്ച് വർദ്ധിപ്പിക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 20,000 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാനത്തിനുണ്ടാകുന്നു. സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ രൂക്ഷമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹാരം കാണാൻ ഏതെങ്കിലും നികുതി വർധനവ് അത്തരത്തിലുള്ള തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അടിസ്ഥാന നികുതിയിൽ വർധനമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഈ കിഫ്ബി വഴി നടത്തുന്ന പദ്ധതികളുടെ ടോൾ ഫ്രീ, യൂസർ ഫീ വർദ്ധിപ്പിക്കുക, അതൊക്കെയാണ് സർക്കാരിന്റെ മുന്നിലുള്ളൊരു പ്രധാന മാർഗം എന്ന് പറയുന്നത്. ഈ നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം 20,000 കോടി എന്ന് പറയും. അതിനേക്കാട്ടും നമ്മൾ എടുത്തു പറയുന്നത് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യാൻ സർക്കാരിന് വേണ്ട ബാധ്യത എന്ന് പറയുന്നത് 900 കോടി രൂപയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ വിനീഷ് പറഞ്ഞ പോലെ ഒരു 150 രൂപ വർദ്ധിപ്പിക്കാൻ ഒരു 1,500 കോടിയോ 1,600 കോടിയോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധിക ബാധ്യതയായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള വരുമാനം അടിസ്ഥാന നികുതിയിൽ നിന്നും കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം മന്ത്രി പറയാതെ അത് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അടിസ്ഥാന നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂട്ടുകയോ അല്ലെങ്കിൽ നിലവിലുള്ള പെൻഷനുകൾ അല്ലെങ്കിൽ 6 മാസത്തെ 7 മാസത്തെ പെൻഷനുകൾ കൊടുത്തു തീർക്കുകയോ ചെയ്യുക. അത് മാത്രമാണ് സർക്കാരിന്റെ പക്കലുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തെയും അതോടൊപ്പം തന്നെ വയനാട് ടൗൺഷിപ്പ് നിർമ്മാണമാണ്. പിന്നീട് വയനാട്ടിൽ എന്ത് പ്രഖ്യാപനം, വയനാട്ടിൽ എന്താണ് സർക്കാർ അല്ലെങ്കിൽ ബജറ്റിലൂടെ എന്താണ് പുതുതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്? നിലവിൽ തന്നെ അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് വയനാടിനെ പുനരധിവസിപ്പിക്കുക എന്നൊരു പദ്ധതി തയ്യാറാക്കി. അതിനപ്പുറം
വയനാടിന് എന്ത് സർക്കാരിന് ചെയ്യാൻ പറ്റും ചോദ്യമുണ്ട്. മറ്റേത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ ഈ വ്യവസായ പാർക്കുകൾ, കൂടുതൽ വ്യവസായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരിക, അന്താരാഷ്ട്ര മാരിടൈം മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിഞ്ഞ തവണ ഒരു വിഴിഞ്ഞത്തിൻ്റെ കോൺക്ലേവ് നടന്നു. അതിൽ വ്യവസായ മന്ത്രി എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു കോൺക്ലേവ് നടക്കുമ്പോൾ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യ ഉദ്ഘാടന ദിവസത്തിന് തലേ ദിവസം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഒരു മാരിടൈം ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം നടന്നു. അന്ന് കേന്ദ്ര സർക്കാർ കേരളത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ട് പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രപ്പോസലുകൾ വെക്കാനുണ്ടോ? ആ സമയത്ത് സർക്കാർ അതിന് മുൻതൂക്കം കൊടുക്കാതെ 9,000 കോടി അതായത് 9,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തമിഴ്നാട് ചെയ്തു, തൂത്തുക്കുടി ചെയ്തു. അപ്പോൾ സർക്കാർ ഇതൊക്കെ കണ്ടില്ല എന്ന് വെച്ചിട്ട് എപ്പോഴും കേന്ദ്രത്തെ പഴിക്കുക എന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവസാന ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെതാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അത് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭവന നിർമ്മാണത്തിലാകട്ടെ, പ്രധാനമന്ത്രി ആവാസ് യോജനയൊക്കെ കേരളത്തിൽ മാറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റും കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര ബഡ്ജറ്റ് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം എന്ന ഒരു പ്രതികരണം പൊതുവെ ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖലയിൽ ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ ഒരു സർക്കാരും ഒരു കാലഘട്ടത്തിലും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കാര്യം. ഒപ്പം തന്നെ വെൽനസ് പോലുള്ള കേന്ദ്ര ടൂറിസം പദ്ധതികൾ, അങ്ങനെയൊക്കെ അതൊക്കെ വരുമ്പോൾ അത്തരം പദ്ധതികളുടെ ഒരു ആവർത്തനം ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1600 കോടി രൂപയാണ് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ വകയിരുത്തിയത്. അതിൽ അഡ്വഞ്ചർ ടൂറിസം, അതോടൊപ്പം തന്നെ മറ്റു മേഖലയിലെ ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം, അങ്ങനത്തെ കുറേ പ്രഖ്യാപനങ്ങളുണ്ടായി. നമ്മൾ പറയേണ്ടത് വിനീഷ്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചു പോകാം. അഡ്വഞ്ചർ ടൂറിസത്തിൽ നമ്മൾ കണ്ടതാണ് വിവിധ ബീച്ചുകളിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ. എത്ര ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളുണ്ട് ഇപ്പോൾ? എനിക്ക് തോന്നുന്നു വർക്കല ഞാനെത്തി ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കുറിച്ച് ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത ദിവസങ്ങൾക്കകം തന്നെ അത് തകരുന്ന ഒരു സാഹചര്യം, അതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് ഓർക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. പക്ഷേ ഇതൊക്കെ പാതി വഴിയിൽ നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ടൂറിസം സംവിധാനങ്ങളൊക്കെ പോകുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോഴത്തെ ടൂറിസം മേഖലയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ വകയിരുത്തിയ ഫണ്ടിന്റെ പകുതി പോലും ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല, ചെലവാക്കിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ തന്നെ എല്ലാ വകുപ്പുകളെയും ഫണ്ട് വിനിയോഗം അത് പകുതിയായി കുറയ്ക്കുന്ന സാഹചര്യം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഫണ്ട് വിനിയോഗം പകുതിയായി കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നില്ലേ? തീർച്ചയായിട്ടും. അത്തരത്തിൽ അവർക്ക് ആ ഫണ്ട് ഉപയോഗിക്കാനില്ല. കാരണം അഡ്വഞ്ചർ ടൂറിസവും ഉത്തരവാദിത്ത ടൂറിസവും ഇത്രയും വൾണറബിൾ ആയിട്ടുള്ള സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് തീരദേശ മേഖലയായാലും മലയോര മേഖലയായാലും അത്രയും ദുർബലമായിട്ടുള്ള പ്രദേശമാണ് കേരളം. അപ്പോൾ അതിനുമായിട്ടുള്ള പഠനം നടത്താതെ ഈ അഡ്വഞ്ചർ ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം ഒക്കെ നടപ്പിലാക്കുന്നു. പക്ഷേ അവിടെയാണ് ആ കേന്ദ്രത്തിന്റെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയിലെ ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോണുകൾ അനുവദിക്കുന്നു. നാളിതുവരെയായിട്ട് സംസ്ഥാനത്ത് അത്തരത്തിലൊരു മുദ്രാ ലോൺ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത് വെൽനസ് ടൂറിസവും, അതുപോലെ തന്നെ നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആയുർവേദം, അങ്ങനത്തെ കാര്യങ്ങൾ, ഹെൽത്ത് ടൂറിസം ഒക്കെയാണ്. അപ്പോൾ ഹെൽത്ത് ടൂറിസം, വെൽനസ് ടൂറിസം ഇതിനൊക്കെ പ്രൊമോഷൻ നൽകുമ്പോൾ നമ്മുടെ വൾണറബിലിറ്റി ഓവർകം ചെയ്തുകൊണ്ട് വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. അത് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് സമയത്തും, അതോടൊപ്പം നേരത്തെ നമ്മൾ ചായ കുടിച്ചപ്പോൾ സംസാരിച്ച പ്രധാനമന്ത്രി 2014 വന്നപ്പോൾ ആ ഒരു വെൽനസ് ടൂറിസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ടൂറിസം ഇൻവെസ്റ്റ്മെന്റുകളാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പോൾ ആ ടൂറിസം ഇൻവെസ്റ്റ്മെന്റുകൾക്കാണ് കേന്ദ്രം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു ബജറ്റ് പ്രഖ്യാപിച്ചത്. ഏതാണ്ട് GDP 10% ടൂറിസം മേഖലയിൽ നിന്നും പണം കണ്ടെത്തുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് വന്ന ഈ ഒരു പ്രഖ്യാപനം ടൂറിസം മേഖലയിലെ മുദ്രാ ലോണുകൾ കൊണ്ടുവരുന്നു. അതോടൊപ്പം ആരോഗ്യ മേഖലയിലെ വിദേശ നിക്ഷേപങ്ങൾ, ഇൻഷുറൻസിന്റെ വിദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ വെൽനസ് ടൂറിസം, ഹിൽ ടൂറിസം തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെയാണ് അതായത് നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതുപോലുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. അത്തരം പരിമിതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടൂറിസം മേഖലയിലായാലും മറ്റു മേഖലകളിലായാലും എന്ത് ചെയ്യാം എന്നുള്ളതാകണം കൃത്യമായ. മാത്രമല്ല വിനീഷിന്റെ ചോദ്യങ്ങളും ടിൻഡുവിന്റെ വിലയിരുത്തലും അതിഗംഭീരം എന്ന് പറയുന്നത്. കാര്യം സ്റ്റഡീഡാണ് രണ്ടുപേരും. ഇന്നത്തെ ബജറ്റ് അവതരണത്തിന് പോകുന്നതിന് മുൻപ് എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ആ ഒരു ഫ്ലോയും ആ ഒരു വിലയിരുത്തലിൻ്റെ ആഴവും ഒക്കെ നമുക്ക് നോക്കാം.